ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എലയുടെയുടെ റെസിപ്പിയാണ്. ഇത് ചെയ്ത് അയച്ചു തന്നത് അവിടുന്ന് അമ്മയാണ്, നാട്ടിൽ നിന്ന്. അപ്പം അമ്മയുടെ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള എലയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ കുഞ്ഞുനാൾ മുതലേ ആ ഒരു റെസിപ്പിയാണ് കഴിച്ച് ശീലിച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു പാലക്കാട് ഏകദേശം എല്ലാവരും ഒക്കെ അങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഏരിയയിലുള്ളവരൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് എന്ന് വെച്ചാൽ ഇലയുടെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയാണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തേങ്ങ ഒരു മൂടി എടുത്തിട്ടുണ്ട്, അത് ചിരവിയത്. പിന്നെ വെല്ലം ഒരു 1/4 കിലോളം ഉണ്ട്. പിന്നെ വാഴയില വേണം. വാഴയില ഇല്ലാത്ത എങ്ങനെയാണ് ഇലയുടെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി അരിപ്പൊടി വേണം. 1 കപ്പ് അരിപ്പൊടിക്ക് ഒരു 1/4 കപ്പോളം ചൂടുവെള്ളമാണ്. വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക, നല്ല ചൂടായിരിക്കുമല്ലോ. അതിന് ശേഷം പിന്നെ ഒന്ന് ഇച്ചിരി തണുത്തതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ടിരിക്കണം മാവ്. അപ്പോൾ ഇനി നമ്മൾക്ക് തേങ്ങയും വെല്ലവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ഏലക്കാപ്പൊടി ഇടണമെങ്കിൽ ഇടാം. ഇവിടെ അമ്മയൊന്നും ഇടാറില്ല. അപ്പം ഇനി നമ്മൾക്ക് ഇലയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ കുറച്ച് കൈ നനച്ചിട്ട് വേണം ഇങ്ങനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നന്നായിട്ട് സ്പ്രെഡായിട്ട് കിട്ടുള്ളൂ. അപ്പം വെള്ളം അടുത്ത് തന്നെ വെക്കുക. അതിനുശേഷം ഒന്ന് മുക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താൽ മതി. അപ്പം ഇലയിൽ മുഴുവനായിട്ട് മാക്സിമം നമ്മൾക്ക് എത്ര നമ്മൾക്ക് പരത്താൻ പറ്റുമോ അത്രയും നന്നായിട്ട് പരത്താം. അപ്പം നല്ല തിന്നായിട്ടുള്ള ഇലയുടെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഈ ഒരു തേങ്ങയും വെല്ലവും കൂടെ വെച്ചത് ചേർത്തിട്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാം ഉണ്ടാക്കുക. ഇതിപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഈ ഒരു രീതിയിൽ ചിലപ്പോൾ അധികം ആരും ഉണ്ടാക്കാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതി കാണിച്ചത്. അപ്പോൾ ഇനി നമ്മൾക്കിതൊന്ന് ആവി വയ്ക്കാം. അപ്പം ഇഡ്ഡലി പാത്രത്തിലാണ് ആവി വയ്ക്കാൻ പോകുന്നത്. അപ്പം നടുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും വെക്കുകയാണ്. അപ്പം കൂടുതൽ വെക്കാം, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയാണ് സമയം വേവാൻ വേണ്ടിയിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പം ദേ നമ്മുടെ ഇലയുടെയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് വാഴയിലയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെയാണ്. അപ്പം ഇത് സാധാരണയായിട്ട് നമ്മൾ തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിലായിരിക്കും കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക, ചൂടോടെ കഴിക്കുന്നതിനേക്കാളും. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതേ വാഴയില ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് സിൽവർ ഫോയിൽ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇച്ചിരി മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ ഇലയുടെ പകരം നമ്മൾ സിൽവർ ഫോയിൽ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതും ഈസി ആയിട്ട് ആവി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തുറന്ന് വന്നോളും, ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് നമ്മൾക്ക് മണമൊക്കെ കൂടുതൽ വാഴയിലയിലാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ വാഴയില ഇല്ലയെന്ന് വെച്ചാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾക്ക് സിൽവർ ഫോയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇലയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ശരിക്കും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.